അടിയൻ താൻ എവിടെ പോകുന്നു? അങ്ങയുടെ ഉച്ചാമൃതത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അല്പം വിറകു തേടി പോകുന്നു. ഇതാ ഈ റേഡിയോ അടുപ്പിലിട്ടേക്ക്. അയ്യോ, എന്തിനാണ് പ്രഭു ഇത് കത്തിക്കുന്നത്? ചുമ്മാ കത്തിച്ചേക്ക്. രാജകൊട്ടാരമാകുമ്പോ എന്തെങ്കിലും കുറച്ച് തോന്നിവാസമൊക്കെ വേണ്ടേടോ. ആ പ്രഭു, ഒരു കാര്യം മറന്നു. അങ്ങയെ മുഖം കാണിക്കാൻ രണ്ടുപേർ വെളിയിൽ കാത്തു നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയി അവരെ കാണണോ അതോ? വേണ്ട, അവരെങ്ങോട്ട് വിളിക്കാം. ഹായ്, അത് ലാഭായല്ലോ. സ്വർഗം താനിറങ്ങി വന്നതോ, ഞാന് താനെ ഏറിപ്പോയതോ. കിണ്ണാകൃതിക്കാട് വാഴും വീരശൂര രാജരാജസിംഹൻ നീണാൽ വാഴട്ടെ. ആരാത്? ഞാനാണ് പ്രഭു, പോലീസ് മിനിസ്റ്റർ കെ ഷിക്കി. ഓ, ഷിക്കിയോ? വരൂ വരൂ. പ്രഭു, ടൈഗർ പോലീസും അദ്ദേഹത്തിന്റെ കൂട്ടാളിയും വന്നിട്ടുണ്ട്. അവരെത്തിയോ? വരണം വരണം, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പ്രഭു, എന്തിനാണാവോ ഞങ്ങളെ വിളിപ്പിച്ചത്? കിണ്ണാകൃതിക്കാട്ടിലെ ഉണ്ണിവൈദ്യരെ രക്ഷിച്ച മിടുക്കന്മാരെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി തന്നെയാ വിളിപ്പിച്ചത്. പ്രഭു, വീരശൂര പരാക്രമികളായ 2 പോരാളികളാണിവർ. അതെ അതെ, അല്ലെങ്കിൽ ഉണ്ണിവൈദ്യർ കാലപുരിക്കെത്തുമായിരുന്നല്ലോ. ആട്ടെ, എങ്ങനെയാ നിങ്ങൾ വൈദ്യരെ രക്ഷിച്ചത്? സ്കോട്ട്ലൻഡിൽ നിന്നും ഉക്രൈനിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേക പരിശീലനമാണ് കൊടും ക്രിമിനലായ ആ കിഡ്നാപ്പറുടെ കയ്യിൽ നിന്നും വൈദ്യരെ രക്ഷിക്കാൻ എന്നെ സഹായിച്ചത്. ഓഹോ, വൈദ്യരെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അറിയാം, കിണ്ണാകൃതിക്കാടിനെ കിടുകിടാ വിറപ്പിക്കുന്ന കൊടും ക്രിമിനൽ അനൂപ് കടുവ. അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഈ അനൂപ് കടുവ ആരാണെന്നറിയാമോ? കിണ്ണാകൃതിക്കാട്ടിനെ കിടുകിടാ വിറപ്പിക്കുന്ന കൊടും ക്രിമിനൽ. ഏതാ ഇവൻ? എന്റെ ചങ്ങാതി ഡീമു. ടൈഗർ, ആ അനൂപ് കടുവ ആരാണെന്ന് അറിയാമോ? അവനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പ്രഭു. നമ്മൾ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ഏതോ കൊടും കുറ്റവാളിയെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് അവൻ വൈദ്യരെ തട്ടിയെടുത്തത് എന്ന് മാത്രമറിയാം. എന്നാൽ നിങ്ങൾ അറിയാത്ത ചിലതുകൂടിയുണ്ട്. അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്താണ് പ്രഭു?